നമുക്ക് കല്യാണം കഴിക്കണല്ലോ. അതെ, അയാളെടുത്ത് ഏതെങ്കിലൊക്കെ ഉണ്ടാവും, ഏതെങ്കിലും അലമ്പ ഏതെങ്കിലും ഉണ്ടാവും അയാളെടുത്ത്. അയാൾ പഴയ പെൺകുട്ടിയാരനാണല്ലോ. അപ്പൊ നമുക്ക് അയാളോടൊന്ന് സംസാരിച്ചിട്ട് നോക്കുക ഇല്ലേ? അപ്പൊ ഞങ്ങളെ വന്നത് ഞങ്ങക്ക് കല്യാണം കഴിക്കണം. എടാ കല്യാണപ്പോ റിസ്ക് ആണെങ്കിൽ കൂടിട്ടേ നിങ്ങൾക്ക് രണ്ടാക്കും ആണെന്ന് ഇപ്പൊ നാളും പറഞ്ഞിരിക്കണോട്. അതെ, സംഭവം ശരിയാ. പക്ഷെ നല്ലൊരു മൂലേരൊരു മോളുണ്ട്. ആയിക്കോട്ടെ. ഒരു 15 ദിവസം കെട്ടിച്ചുകാണ്ട് തീർത്താണ്. ആയിക്കോട്ടെ, ആർക്കും കെട്ട. പക്ഷെ മൂലേർക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ. അത് തീർപ്പിച്ചതിന് എന്താ മൊല്ലാക്കാന്റെ മരുവന് ഖുർആൻ കാണാതെ അറിയണം എന്നാണ്. തന്നെ? അതറിയും. അപ്പൊ അത് അറിയോന്നുള്ള സംശയത്തിലാണ് പിന്നെ സംഭവം കാര്യം നിർപ്പിച്ചിട്ട് അറിയാഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ വേറെ ഒരു ഡിമാൻഡും ഇല്ല. അത് മൂപ്പരെ പോയി കാണുക, അവിടുന്ന് തീരുമാനിച്ച. ആയിക്കോട്ടെ. ആള് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നിക്കണ ആള് ഇവിടെ ഉണ്ടാവും. ഞാൻ നിങ്ങളെ പള്ളിക്കല് നിങ്ങൾ ഇന്നേരം ഔതു വെക്കണേരല്ലേ, അവിടെ ഉണ്ടാവും വിചാരിച്ചാണ് തെരഞ്ഞെടുന്നത്. ഇങ്ങോട്ടോക്കെ സംഗതി നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ നല്ല കുട്ടികളാണ്. 2 ആളെ കിട്ടിയിട്ടുണ്ട്. ഇതിന്നിപ്പോ നിങ്ങൾക്ക് ഏതാ മാണ്ടിച്ചെടുക്കാം. കുട്ടീന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ബലോട് പറഞ്ഞേക്കണ്. അപ്പൊ അത് ഏതാ നിങ്ങൾക്ക് പറ്റോ നോക്കി. ഏത് പുരാപ്പളമാണ് നമുക്ക് കളറും ചുരുക്കും അല്ല ആവശ്യം. നമ്മളെ ഡിമാൻഡ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ. എനിക്കറിയാം. അതിൽ നിങ്ങൾക്ക് പറ്റു നോക്കി. എന്താ എന്റെ പേര് മോനെ? എന്നാ യൂണിസ് സുഹൃത്തൊന്ന് ഓദിക്കാം. അത് നടക്കൂല. നിങ്ങളെ പേരെന്താ? എന്റെ പേര് യാസീന്. യാസീനോ? പക്ഷെ എന്നെ എല്ലാരും വിളിക്കണേ കുലുവല്ല എന്നാണ്. അങ്ങനെയാണല്ലേ? എന്നാ കുലുവല്ല ഓദിക്കാം. അല്ലാഹു സമദിലം കാണാതെ പഠിച്ചിക്കണ്. ഖുർആൻ ഹാഫിളാണ്, ഒരു സംശയമില്ല. കണ്ടില്ലേ നിങ്ങളെ പറഞ്ഞ സൂറത്ത് അപ്പൊ തന്നെ ഓതി. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കവിടെ ഉറപ്പിച്ച ഇതേ. അപ്പൊ ഞങ്ങള് മേരീക്കാണ്ട് വരാം. ഒരു 2 മണിക്ക് പുരാപ്പള്ളിയും പിന്നെ ഓരോ ബാക്കി ആരെങ്കിലൊക്കെ കൂട്ടിക്കാണ്ട് ഞങ്ങളാണ്ട് വരാം. നിങ്ങൾ വരണ്ടാവില്ല. അതെ, നമുക്ക് വേറെ നോക്കാം. കഴിച്ചിലായതാണ്. എന്റെ ആ ട്രിക്കേ നടക്കുള്ളൂ. ഒരുപാട് പുരാപ്പളാരേറ്റ് ഞാൻ പോയിട്ട് ഇതേമാതിരി വലിയ വലിയ സൂറത്ത് ചോദിച്ചു കണ്ടാണ് അത് കഴിച്ചില്ലേ. നമ്മളൊരു മുത്താലിമാവും ചെയ്തു. അസ്സലാമു അലൈക്കും. രണ്ടിടമ്പാണ്ട് പേര് എഴുതിട്ട് തന്നെ ഞാൻ അന്നെ തെരഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്. എന്താ അറിയോ, നല്ല ചെറുക്കനെ കുസാറാണ് മോനായി. അതല്ല, ജിന്റെ ഒരു മുത്താലിമ ആയതുകൊണ്ട് പിന്നെ ഞാൻ എനക്കൊരു ചായക്കായി കിട്ടുന്ന കളണ്ടാക്കിട്ട് ഓ ബിസ്മില്ലാതെ കുല്ലത് ഓതിയപ്പോ തന്നെ എനിക്ക് ഓനും പറ്റി ഇഷ്ടപ്പെട്ട്. ഈ അപ്പൊ അങ്ങനത്തെ ആക്രാന്തം പിടിച്ച ആൾക്കാർക്കൊക്കെ പെണ്ണ് കൊടുത്താൽ ആ കുട്ടീന്റെ കാര്യം അത് ഭയങ്കര കുറവാ. തിന്നുമ്പോഴും ഒക്കെ എപ്പോഴും വേണ്ടതല്ലേ ബിസ്മി. അത് മറന്നോളെ പിന്നെ നമുക്ക് പറ്റുമോ? എന്ത് ലോകം ചായക്കായൊക്കെ വാങ്ങിക്കോ. പഠിപ്പിച്ചാലും എങ്ങനെ പിന്നെ ഇയാളെ മോളെ കെട്ടിച്ച അടുത്തൊന്നും നടക്കൂല.